കേരളത്തിലെ ഏറ്റവും പുരാതന വള്ളംകളിയായ കോട്ടയം താഴത്തങ്ങാടി വള്ളംകളിക്ക് നാളെ തുടക്കം. ടൂറിസം മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ് വള്ളംകളി ഉദ്ഘാടനം ചെയ്യും. ഈ വർഷത്തെ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് മത്സരങ്ങൾക്കും താഴത്തങ്ങാടിയിൽ തുടക്കമാകും. കോട്ടയം താഴത്തങ്ങാടി വള്ളംകളിക്ക് പറയാനുള്ളത് കേരള ചരിത്രത്തിൽ ആദ്യമായി കളിവള്ളങ്ങളെ മത്സരാടിസ്ഥാനത്തിൽ അണിനിരത്തി ജലമേളകൾക്ക് തുടക്കം കുറിച്ചത് കോട്ടയം താഴത്തങ്ങാടിയിലാണ്. 1887 കോട്ടയത്തിന്റെ ആദ്യത്തെ ദിവാൻ പേഷ്കാറായിരുന്ന ടി രാമറാവുവിന്റെ കാലത്താണ് ജില്ലയുടെ പൈതൃകവും പാരമ്പര്യവും വിളിച്ചോതുന്ന താഴത്തങ്ങാടി വള്ളംകളിയുടെ ആരംഭം. ഇടക്കാലത്ത് മുടങ്ങിപ്പോയിരുന്ന വള്ളംകളി കഴിഞ്ഞ 26 വർഷങ്ങളിലായി കോട്ടയം വെസ്റ്റ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് നടത്തിയിരുന്നത്. ഈ വർഷത്തെ വള്ളംകളി ടൂറിസം മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ സംസ്ഥാനതല ഉദ്ഘാടനവും താഴത്തങ്ങാടിയിൽ നടക്കും. അപ്പോൾ 16-ാം തീയതി 2 മണിക്ക് നമ്മൾ വള്ളംകളി ആരംഭിക്കും. ചെറുവള്ളങ്ങളുടെ മത്സരം. അതിനുശേഷം ഇവിടെ CBLന്റെ ഉദ്ഘാടനമാണ്. CBLന്റെ ഇപ്രാവശ്യത്തെ ഉദ്ഘാടനം കോട്ടയത്ത് വെച്ചാണ് നടത്തുന്നത്. അത് 9 ചുണ്ടൻ വള്ളങ്ങൾ അതിൽ പങ്കെടുക്കും. 9 ചുണ്ടൻ വള്ളങ്ങൾ 3 ട്രാക്കിലായിട്ട് പോകാൻ വേണ്ടിയുള്ള സംവിധാനമാണ്. കഴിഞ്ഞ പ്രാവശ്യം അത് തന്നെ ചെയ്തിരുന്നു. ഈ പ്രാവശ്യം നമ്മൾ ആ രൂപത്തിൽ തന്നെ എല്ലാം ക്രമീകരിച്ച് പോവുകയാണ്. 9 ചുണ്ടൻ വള്ളങ്ങളും 11 ചെറുവള്ളങ്ങളും മത്സരത്തിൽ പങ്കെടുക്കും. സ്റ്റിൽ സ്റ്റാർട്ടിംഗ് സംവിധാനം, 3 ട്രാക്കുകൾ, ഫോട്ടോ ഫിനിഷിംഗ്, റിമോട്ട് മാഗ്നറ്റിക് ടൈമിംഗ് സിസ്റ്റം തുടങ്ങിയ സംവിധാനങ്ങളോടെയാകും മത്സരങ്ങളുടെ നിയന്ത്രണം. കോട്ടയം വെസ്റ്റ് ക്ലബിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ്, ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ, കോട്ടയം നഗരസഭ, തിരുവാർപ്പ് പഞ്ചായത്ത് തുടങ്ങിയവരുടെ സഹകരണത്തോടെയാണ് ജലമേള നടക്കുന്നത്. ന്യൂസ് മലയാളം, കോട്ടയം.